അപ്പോൾ ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ലിസ്റ്റ് എന്നാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഒരു ലിസ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ. അതായത് ഒരു ലിസ്റ്റിന് ഒരു ഹെഡ് കാണും, അതേപോലെ ഒരു ടെയിൽ കാണും. ഈ ടെയിൽ എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത് നൾ ക്യാരക്ടറിലായിരിക്കും. അതേപോലെ തന്നെ ഒരു ഒബ്ജക്റ്റും ഒരു നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്ററും ഉണ്ടായിരിക്കും. ഈ ലിസ്റ്റിലെ ഓരോ ഐറ്റവും നെക്സ്റ്റ് ബൈ കണക്റ്റഡ് ആയിരിക്കും. അതായത് ഇതൊരു മെമ്മറി ലൊക്കേഷനാണ്. ഈ മെമ്മറി ലൊക്കേഷൻ്റെ ഒരു പോയിൻ്ററാണ് ഈ ഒരു നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിന് ഒരു ഹെഡർ പാർട്ട് അല്ലെങ്കിൽ അതിനൊരു നെക്സ്റ്റ് പാർട്ടുണ്ട്. ആ നെക്സ്റ്റ് പാർട്ടിൽ സ്റ്റോർ ചെയ്തേക്കുന്നത് ആ ലിസ്റ്റിലുള്ള അടുത്ത ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ അടുത്ത മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും. ഇതിങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മെമ്മറിയിൽ ലിസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് തിയറിറ്റിക്കലി ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇതെങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ഈ യൂട്യൂബ് ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു ലിസ്റ്റിൻ്റെ ആർക്കിടെക്ചർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി മറ്റുള്ള ലാംഗ്വേജുകളെ അപേക്ഷിച്ച് പൈത്തൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള ലാംഗ്വേജുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന അറേ തന്നെയാണ് പൈത്തണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലിസ്റ്റ്. മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, മറ്റ് ലാംഗ്വേജുകളിൽ ഒരേ ടൈപ്പിലുള്ള ഡേറ്റകൾ മാത്രമാണ് അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ പൈത്തണിൽ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡേറ്റകളും നമുക്ക് ഒരു ലിസ്റ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഒരു ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പിലൊരു ഡേറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പഠിച്ചു. അതായത് a=2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എയിലെ വാല്യൂ 2 എന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അതിനു പകരം ഈ 2-ന് പകരം ലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഞാൻ 2 എന്ന് സ്റ്റോർ ചെയ്തു. അതിനുശേഷം ഈ 2-ലെ ഈ എയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഈ 2 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാം. ഇങ്ങനെയാണ് ഒരു ലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ 2, 3, 4 എന്ന് പറയുന്ന വാല്യൂ ഈ എ എന്ന് പറയുന്ന ലിസ്റ്റിൽ സ്റ്റോർ ചെയ്തു. അത് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചപ്പോൾ 2, 3, 4 ഡിസ്പ്ലേ ആയി. ഇതാണ് ഇതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഡേറ്റ ടൈപ്സും നമുക്കിതിൽ സ്റ്റോർ ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പും അതേപോലെ തന്നെ സ്ട്രിംഗ് ഡേറ്റ ടൈപ്പും ഒരു ലിസ്റ്റിൽ സ്റ്റോർ ചെയ്തു. ഈ രണ്ട് ഡേറ്റ ടൈപ്പും ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റി. ഇതാണ് ലിസ്റ്റിൻ്റെ പ്രത്യേകത. ലിസ്റ്റ് എന്ന് പറയുന്നത് പൈത്തൻ്റെ ഒരു പവർഫുൾ ഫീച്ചറാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഡേറ്റ മാത്രമാണ്, 5 ഡേറ്റ മാത്രമാണ്, 4 ഡേറ്റ മാത്രമാണ് ഈ ഒരു ലിസ്റ്റിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. ഇതേപോലെ മില്യൺസ് ഓഫ് ഡേറ്റാസ് നമുക്കൊരു ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനെ ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാനും അതിലെ ഓരോ എലമെൻറ്റിനെയും ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് പൈത്തൻ്റെ ലിസ്റ്റ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമ്മൾ ബിഗ് ഡേറ്റ പോലുള്ള പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ പൈത്തൻ്റെ ലിസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് എത്ര വലിയൊരു ഡേറ്റാബേസ് ആണെങ്കിൽ പോലും അതിലുള്ള ഡേറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പൈത്തണിലെ ലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത്. പൊതുവേ ഒരേ തരത്തിലുള്ള ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഞാൻ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സിനെ ആഡ് ചെയ്യാൻ പോവാം. ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് ഞാൻ ആപ്പിൾ, ഓറഞ്ച് എന്ന് പറയുന്ന 2 ഡേറ്റാസ് ആഡ് ചെയ്തു. അതിനുശേഷം ഫ്രൂട്ട്സിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പോകണം. ഞാനിവിടെ FR എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കീബോർഡിലുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഫില്ല് ആയിക്കോളും. അതിനുശേഷം ഷിഫ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഈ വേരിയബിളിലുള്ള ഈ ഒരു ലിസ്റ്റിലുള്ള 2 ഐറ്റംസ് നമുക്ക് ഡിസ്പ്ലേ ആയി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലുള്ള ഒരു എലമെൻറ്റിനെ മാത്രം എങ്ങനെ ആക്സസ് ചെയ്യാമെന്നാണ്. അതിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഈ വേരിയബിളിലെ ആദ്യത്തെ എലമെൻറ്റിനെയാണ് നമുക്ക് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ 0 എന്ന് ടൈപ്പ് ചെയ്യുക. ഈ ലിസ്റ്റിലെ ഇൻഡെക്സ് തുടങ്ങുന്നത് 0 തൊട്ടാണ്. ഈ ഒരു എലമെൻറ്റിനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് 0, ഇത് ലിസ്റ്റിലെ 0th എലമെൻറ്റും ഇത് ലിസ്റ്റിലെ ഫസ്റ്റ് എലമെൻറ്റുമാണ്. ഇപ്പോൾ ഫ്രൂട്ട്സ് ഓഫ് 0 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഓഫ് 1 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക്
അതിലെ രണ്ടാമത്തെ എലമെൻറ്റിനെ നമുക്ക് കിട്ടി. ഇതുപോലെ ഓരോ എലമെൻറ്റിനെയും നമുക്ക് ലിസ്റ്റിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിലെ ഓരോ എലമെൻറ്റിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ നോക്കുന്നത് എങ്ങനെയാണ് ഈ ലിസ്റ്റിലേക്ക് പുത്തൻ എലമെൻറ്റിനെ ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൽ നിന്നും ഒരു എലമെൻറ്റിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് ട്യൂട്ടോറിയൽ നമ്മൾ നോക്കാൻ പോകുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Please like, share and subscribe.